ഭീഷണിപ്പെടുത്തിയും താക്കീത് നൽകിയും ആക്രമിക്കാനാണ് ഉദ്ദേശമെങ്കിൽ അതിന് വഴങ്ങാൻ തൽക്കാലം ഉദ്ദേശമില്ല എന്ന മുന്നറിയിപ്പാണ് രാഹുൽ ഗാന്ധി ഇന്ന് നൽകിയിട്ടുള്ളത്. ഇന്ത്യ സഖ്യം അധികാരത്തിലെത്തിയാൽ നിങ്ങൾ 3 പേർക്കുമെതിരെ നടപടിയെടുക്കുമെന്നാണ് മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷണറോടും 2 കമ്മീഷണർമാരോടും ഇന്ന് രാഹുൽ ഗാന്ധി പറഞ്ഞത്. അതായത് വോട്ട് കൊള്ളക്കെതിരായ പോരാട്ടത്തിൽ നിന്ന് പിന്നോട്ടില്ല എന്ന സൂചനയാണ് രാഹുലിന്റെ വാക്കുകൾ. ഇന്ത്യ സഖ്യം സർക്കാർ രൂപീകരിച്ചാൽ മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷണർക്കും മറ്റ് 2 തെരഞ്ഞെടുപ്പ് കമ്മീഷണർമാർക്കുമെതിരെയും വോട്ട് മോഷണത്തിന് നടപടി ആരംഭിക്കുമെന്നാണ് രാഹുൽ പറയുന്നത്. പോരാട്ടം കടുപ്പിക്കുന്നതിന്റെ രാഹുലിന്റെ സൂചനകൾ ഇങ്ങനെയാണ്: നിങ്ങളുടെ വോട്ട് മോഷണം പിടികൂടിയപ്പോൾ എന്നോട് സത്യവാങ്മൂലം എഴുതി നൽകാനാണ് നിങ്ങൾ ആവശ്യപ്പെട്ടത്. എങ്കിൽ ഒന്നോർത്തോളൂ, ഈ രാജ്യം മുഴുവൻ നിങ്ങളോട് ഇനി ഒരു സത്യവാങ്മൂലം ആവശ്യപ്പെടും. അതിനായി ഞങ്ങൾക്ക് അല്പം കൂടി സമയം നൽകണം. ഓരോ നിയമസഭാ സീറ്റുകളിലെയും ലോക്സഭാ സീറ്റുകളിലെയും നിങ്ങളുടെ മോഷണം പിടികൂടുകയും അത് ജനങ്ങൾക്ക് മുന്നിൽ അവതരിപ്പിക്കുകയും ചെയ്യുമെന്ന് വ്യക്തമാക്കിയിരിക്കുകയാണ് രാഹുൽ. വോട്ട് കൊള്ള ആരോപണം ഉയർന്ന ശേഷം ആദ്യമായി മാധ്യമങ്ങളെ കണ്ട തെരഞ്ഞെടുപ്പ് കമ്മീഷൻ രാഹുലിനെ ഒറ്റതിരിഞ്ഞ് ആക്രമിച്ച പശ്ചാത്തലത്തിലാണ് രാഹുലിന്റെ കടുപ്പിച്ചുള്ള നീക്കങ്ങളെയും വാക്കുകളെയും കാണേണ്ടത്. രാഹുൽ ഗാന്ധി ഉന്നയിച്ച ഒരു ആരോപണങ്ങൾക്ക് പോലും മറുപടി പറയാൻ തെരഞ്ഞെടുപ്പ് കമ്മീഷന് വാക്കുകൾ ഉണ്ടായിരുന്നില്ല. അനിഷ്ടകരമായ ചോദ്യങ്ങൾ സ്കിപ്പ് ചെയ്ത് നെക്സ്റ്റ് പറഞ്ഞുകൊണ്ടിരുന്ന കമ്മീഷൻ പലപ്പോഴും 5 ചോദ്യങ്ങൾക്കൊക്കെ ഒറ്റ മറുപടിയുമാണ് നൽകിയത്. അതായത് ആരെയോ രക്ഷിക്കാനുള്ള തന്ത്രം മാത്രമായിരുന്നു തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ വാർത്താ സമ്മേളനം എന്ന് അത് കണ്ടുകൊണ്ടിരുന്ന ആർക്കും മനസ്സിലാകും. അപ്പോൾ പിന്നെ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ BJPയുടെ ഏജന്റായെന്ന കോൺഗ്രസിന്റെ ആരോപണം വെറും ആരോപണമല്ല എന്നും വ്യക്തമാകും. വോട്ടുകൊള്ള നടത്തുന്ന BJPക്കും തെരഞ്ഞെടുപ്പ് കമ്മീഷനും ശക്തമായ താക്കീതുമായി രാഹുൽ ഗാന്ധിയുടെ വോട്ടർ അധികാര യാത്ര ആരംഭിച്ചതോടെ കേന്ദ്രവും കേന്ദ്രം ഭരിക്കുന്ന BJPയും BJPക്ക് ഓശാന പാടുന്ന തെരഞ്ഞെടുപ്പ് കമ്മീഷനും വളരെ വലിയ സമ്മർദ്ദത്തിലായിട്ടുണ്ട്. യാത്ര 2 ദിവസം പിന്നിട്ടപ്പോൾ തന്നെ വലിയ രീതിയിലുള്ള ജനപിന്തുണയും രാഹുൽ ഗാന്ധിക്ക് ലഭിച്ചു. ബീഹാറിലെ പ്രാദേശിക രാഷ്ട്രീയ പാർട്ടികളിൽ നിന്ന് പോലും രാഹുൽ ഗാന്ധിക്ക് അത്ഭുതാവഹമായ പിന്തുണയാണ് ലഭിക്കുന്നത് എന്ന് ദേശീയ മാധ്യമങ്ങൾ ഉൾപ്പെടെ റിപ്പോർട്ട് ചെയ്യുകയാണ്. തേജസ്വി യാദവ് അടക്കമുള്ള ഇന്ത്യ സഖ്യ നേതാക്കൾ തുടർച്ചയായി യാത്രയ്ക്കൊപ്പം ചേരുന്നുമുണ്ട്. ഞായറാഴ്ച നസാറാമിൽ നിന്ന് ആരംഭിച്ച യാത്ര ഗയയിൽ എത്തുന്നതുവരെ യാത്രയ്ക്ക് ലഭിക്കുന്ന വലിയ രീതിയിലുള്ള ജനപിന്തുണയാണ് രാഷ്ട്രീയ എതിരാളികളെ വിറളി പിടിപ്പിക്കുന്നതും. വോട്ടുകൊള്ളക്കെതിരായ ശക്തമായ താക്കീതായി രാഹുലിന്റെ യാത്ര മാറിയിട്ടുണ്ട്. ഗ്രാമീണ മേഖലകളിലും നഗരപ്രദേശങ്ങളിലും അടക്കം സ്ത്രീകളും കുട്ടികളും അടക്കമുള്ളവർ യാത്രയിലേക്ക് ഒഴുകിയെത്തുകയാണ്. കൃത്യമായി ഓരോ കാര്യങ്ങളും ജനങ്ങളുമായി പങ്കുവെച്ച് രാഹുൽ മുന്നോട്ടു പോകുന്നു. ജനങ്ങളുമായി കൃത്യമായി ആശയവിനിമയവും നടക്കുന്നുണ്ട്. ഒപ്പം തേജസ്വിയെ പോലുള്ള യുവ നേതാക്കളുടെ യാത്രയ്ക്കുള്ള പിന്തുണ ബീഹാറിലെ ചെറുപ്പക്കാരെയും മറ്റ് ജനങ്ങളെയും ആവേശത്തിലാക്കിയിട്ടുമുണ്ട്. ഓരോ സ്വീകരണ കേന്ദ്രങ്ങളിലും രാഹുൽ തേജസ്വി വിളികളോടെയാണ് ആൾക്കൂട്ടം സ്വീകരണ കേന്ദ്രങ്ങളിലേക്ക് എത്തുന്നത്. ഒരു തരത്തിലും വോട്ടുകൊള്ള ബീഹാറിൽ അനുവദിക്കില്ല എന്ന് തേജസ്വി യാദവും മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്. രാഹുൽ ഗാന്ധി ഉന്നയിച്ച വോട്ടുകൊള്ള ആരോപണം തെളിയിക്കാൻ 7 ദിവസത്തെ അന്ത്യശാസനമാണ് നേരത്തെ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ നൽകിയത്. ഇതിനകം സത്യവാങ്മൂലം നൽകിയില്ലെങ്കിൽ കേസെടുക്കുമെന്നുമുള്ള ഭീഷണിയും തെരഞ്ഞെടുപ്പ് കമ്മീഷൻ നൽകിയിരുന്നു. എന്നാൽ ഇതിനെയൊന്നും താൻ വകവെക്കില്ല എന്ന് പ്രഖ്യാപിച്ചിരിക്കുകയാണ് രാഹുൽ ഇന്നത്തെ പ്രസ്താവനയിലൂടെ. ബീഹാറിലും ഡൽഹിയിലും ഇന്ത്യ മുന്നണി സർക്കാർ അധികാരത്തിൽ വരുന്ന ദിവസം വരുമെന്നും അന്ന് ഈ 3 പേർക്കെതിരെയും ഞങ്ങൾ നടപടിയെടുക്കുമെന്നുമാണ് രാഹുൽ മുന്നറിയിപ്പ് നൽകിയത്. മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷണർ ഗ്യാനേഷ് കുമാർ, തെരഞ്ഞെടുപ്പ് കമ്മീഷണർമാരായ സുഖ്ബീർ സിംഗ് സന്ധു, വിവേക് ജോഷി എന്നിവർക്കെതിരെയാണ് മുന്നറിയിപ്പ്. രാഹുൽ ഗാന്ധി ഉന്നയിച്ച വോട്ടുകൊള്ള ആരോപണങ്ങളെ നിസ്സാരമായി തള്ളിക്കളഞ്ഞ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ആരോപണത്തിലെ വസ്തുതകൾ പരിശോധിക്കാനല്ല സമയം കണ്ടെത്തിയത്. മറിച്ച് വൈകാരികത ഉണർത്തിവിട്ട് ജനങ്ങളെ ഇളക്കാനും ഒപ്പം ആരോപണമുന്നയിച്ച രാഹുൽ ഗാന്ധിയെ കടന്നാക്രമിച്ച് ഭീഷണിപ്പെടുത്താനുമാണ് സ്വയം സമയം കണ്ടെത്തിയത്. ബീഹാറിലെ SIRനെ കുറിച്ചോ മഹാരാഷ്ട്രയിൽ ലോക്സഭാ നിയമസഭാ തെരഞ്ഞെടുപ്പുകൾക്കിടെ 70 ലക്ഷം പുതിയ വോട്ടർമാരെ ചേർത്തതോ കാണാനോ അതിനെക്കുറിച്ച് പറയാനോ കമ്മീഷന് സമയമുണ്ടായിരുന്നില്ല. നിഷ്പക്ഷരല്ലാത്ത ഉദ്യോഗസ്ഥരുടെ ഒരു കൂട്ടമാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ എന്ന ആരോപണം കൂടി കഴിഞ്ഞ ദിവസം മെഹുമ മൊയ്ത്ര ഉന്നയിച്ചിരുന്നു. ബീഹാറിൽ തിടുക്കപ്പെട്ട SIR നടത്തുന്നത് എന്തിനാണ് എന്ന ചോദ്യത്തോടും കമ്മീഷന് മൗനമായിരുന്നു. ഈ ഒരു സാഹചര്യത്തിലാണ് മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷണറെ ഇംപീച്ച് ചെയ്യാനുള്ള നീക്കവും ഇന്ത്യ സഖ്യം ആരംഭിച്ചത്. തെരഞ്ഞെടുപ്പ് കമ്മീഷൻ പറയുന്ന ഒരു വാദം പോലും രാഹുൽ ഗാന്ധിയുടെ 1 ലക്ഷം വോട്ടുകൊള്ള എന്ന ആരോപണത്തിന് മറുപടിയാകുന്നില്ല. ഉത്തരം പറയാതെ രാഹുൽ ഗാന്ധിയോട് മാപ്പ് പറയാൻ ആവശ്യപ്പെടുകയാണ് കമ്മീഷൻ ചെയ്തത്. ഈ സാഹചര്യത്തിൽ
മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷണറെ ഇംപീച്ച് ചെയ്യാനാണ് പ്രതിപക്ഷത്തിന്റെയും ഇന്ത്യ സഖ്യത്തിന്റെയും നീക്കം. ഇതിനായുള്ള നിയമസാധുതയും ഇന്ത്യ സഖ്യം തേടിയിട്ടുണ്ട്.